പത്മം ഒന്നുകൂടി വന്നേ. എന്താ എന്താ പുണ്യേട്ടാ? എന്താ നീ ഉണ്ടോ പത്മം? ഇന്ന് അവിടെ എന്താ എന്താ ഈർക്കിൽ എന്നാക്കി പോയോ? നിന്റെ മോൻ പറഞ്ഞു നീ കേട്ടോ? ഇവിടെ ഇരുന്ന് കുശുശുത്ത് അടുക്കളയിരിക്കുന്ന ഞാൻ എങ്ങനെ ഇതൊക്കെ കേൾക്കുന്നേ? ഉണ്ണികൃഷ്ണൻ നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് വരണമെന്ന്. ആ ഇതാ ഇപ്പൊ നന്നായേ. ബിഎഡുകാരൻ പാടത്തിറങ്ങി പണിയെടുക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങുന്നാടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഉദ്യോഗം തേണ്ടി അടക്കാൻ ഇനി എന്നെ കൂടെ വയ്യ. ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം. ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആത്മധൈര്യം ഇല്ല. നിന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ പാടം വെച്ച് പഠിപ്പിക്കണമായിരുന്നു. കൃഷിക്കാരനാണെന്ന് പറഞ്ഞങ്ങോട്ടിയല്ലേ ദമയന്തിയ കമലാക്ഷി വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കും. അതല്ലതാ അവിടെ ആലോചനക്കാരതല്ല. നീയാണോടാ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? അയ്യോ അല്ല, എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയിട്ട് കട്ടയറുപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യാഭിലാഷം. അയ്യടാ അവന്റെ ഒരു അന്ത്യാഭിലാഷം. വേറൊന്നും വേണ്ടേ? ചുമ്മാ അല്ല അവനൊരു ജോലി തരാവാത്തത്. ആരെന്ത് പറഞ്ഞാലും ശരി, എനിക്കിനി ചുമ്മാ ഇരിക്കാൻ വയ്യ. ആ പാടത്തിറങ്ങി 4 കളകളച്ചാൽ അത്രയെങ്കിലും ആയി. എന്റെ ഉണ്ണി മനസ്സ് തളരാതിരിക്കുക. ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലങ്ങളെ മുറ്റത്ത് കിടന്ന് ഉണ്ടിട്ടില്ലേ, അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല. ഇതിലൊരു പരസ്യമുണ്ട്, നോക്കി നോക്കട്ടെ. ഇംഗ്ലീഷ് പത്രമാണല്ലോ, അപ്പൊ ഏതാണ്ട് വലിയ ജോലിയായിരിക്കും. എന്ത് ജോലിയാ? മോള് വായിച്ചില്ലേ? എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറാ പറഞ്ഞത് വലിയ ഉദ്യോഗമാണെന്ന്. സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ BA നീ കണ്ടുപിടിച്ച ജോലി കൊള്ളാം. പുറത്ത് പറയാൻ കൊള്ളാത്ത പണിയാണോ? എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറ എന്റെ ഉണ്ണി. ഉദ്യോഗ പേര് കേട്ട് ആരും ഞെട്ടരുത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാ എന്താ ഉണ്ണി? ഞാൻ പറയാം. CBI ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ പ്രൈവറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറ്റാന്വേഷകരാണ് ഡിറ്റക്ടീവ്സ്. ഉള്ളതാണോടാ? ട്യൂട്ടോറിയൽ കോളേജിലാ പഠിക്കുന്നെങ്കിൽ അതൊക്കെ വിവരമുണ്ട്. അല്ല, പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ ഒരു പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ തരക്കെട്ടില്ലല്ലോ. എന്താ പരസ്യത്തിൽ പറഞ്ഞേക്കണേ? സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിറ്റക്റ്റീവായി ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. ഇത് നല്ല ജോലിയാണ് ചാ. ചേട്ടൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സാ. ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്കെന്താ CID പണിയായിരുന്നോ? ഞാനൊരു വനിതാ മാസികയിൽ വായിച്ചതാ. വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് ധൈര്യമുള്ളവർക്ക് ഈ പണി പറ്റും. പരസ്യം വായിച്ച് ചിരിച്ചതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറും പറഞ്ഞു കിട്ടിയ നല്ല പണിയാണെന്ന്. പിന്നെ ഉണ്ണേട്ടിന് പേടിയാണെങ്കിൽ അപേക്ഷിക്കണ്ട. പേടിയോ? അയ്യേ കഷ്ടം. എടി, ഒരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാനൊരു CID ആയ ഈ നാട്ടുകാരനെ കളിയാക്കില്ലേ? പിന്നെ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം. പോടാ അവിടുന്ന്. വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. നിനക്ക് ഈ പണി മതി. രാഷ്ട്രീയക്കാരും മിനിറ്റ് സ്ഥലം മാറ്റി തട്ടിരസിക്കുന്ന സർക്കാർ പോലീസിനേക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ്? 4 ആളെ മുഖത്ത് നോക്കി പറയാൻ നല്ല അന്തസ്സുള്ള പണിയാ. എന്നാ പിന്നെ രാഹുകാലത്തിന് മുമ്പ് അപേക്ഷ അയക്കാൻ നോക്കുമോനെ. ഓ, നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ല ഈ CID പണി. ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് എന്നെ കണ്ടറിയണം. ഇനി പദവ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ. അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ. ഉണ്ണീഷ, യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചെലവാക്കിയാൽ ഞാൻ നിന്നൊരു BA ഇനി ഒരു പ്രൈവറ്റ് പോലീസ് ആകാൻ ശേഷിക്കുന്ന പാഠം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം. അയക്കട മോനെ. ആപ്ലിക്കേഷൻ അയക്കും ഉണ്ണേട്ടാ. അല്ല, പാഠം വേണ്ട വേണ്ട, എനിക്ക് സമ്മത. എന്റെ പാറയ്ക്കാവിലമ്മേ, ഇതവന്റെ 52ാമത്തെ അപേക്ഷ. ഇതെങ്കിലും പത്മാലയത്തിൽ ഉണ്ണികൃഷ്ണൻ BA കത്തുണ്ടോ? ഇല്ല. കൊള്ള പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പേയും പറയാതെ. നീ ഇവിടെ തന്നെ നിന്നോണം. ആരെങ്കിലും വന്ന് സിഗ്നൽ തന്നാ മതി. പിന്നെ
ആരെങ്കിലും വന്നാ ഞാൻ എന്ത് ചെയ്യും? എന്ത് തരണമെന്ന് പറഞ്ഞിട്ടാ പട്ടി. ആ, തരാം തരാം. എന്തിനാ ഉണ്ണേട്ടാ ഇപ്പൊ അങ്ങോട്ട് വന്നത്? ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അച്ഛൻ വായനശാലയിൽ വരേണ്ട നേരായി. ആരും കാണത്തൊന്നുമില്ല. കുഞ്ചുവിനെ ഞാൻ കാവലം നിർത്തിയിട്ട് വന്നിരിക്കുക. പിന്നെ നിന്റെ ഉണ്ണിയേട്ടനൊരു CID ആവും പോലെ. അപ്പോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും പതുങ്ങിയൊക്കെ കാണേണ്ടി വരും. പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും. അതിന്റെ ഒരു റിഹേഴ്സലാണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഉണ്ണേട്ട ഈ ജോലിക്ക് പോകണ്ട. പോവാതിരുന്ന നിന്നെ ആ ഗൾഫുകാരൻ മുറത്തിറക്കം കെട്ടിക്കൊണ്ടുപോയില്ലേ? എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യും. ഓ ദൈവമേ, ഇത് കരയ്ക്കും പോകത്തില്ല വെള്ളത്തിലും പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. വഴക്ക് പറയത്തില്ലെന്ന് പാറേക്കാവിൽ ഭഗവതിയെ പിടിച്ച് സത്യം ചെയ്താൽ മറന്നോ? അയ്യോ, ഇത് വഴക്കാണോ? അത് അറിയാതെ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞു പോയതല്ലേ. അപ്പുണ്ണേട്ടാ, എന്താ വാസു? ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂവിന് കാർഡ് വന്നു എന്ന് ദമയന്തി പറയണ കേട്ടു. ഉള്ളതാണോ? അതെ. ഈ ജോലിയെപ്പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. വലിയ പദവിയും പത്രാസുള്ള ഉദ്യോഗമാണെന്ന് പറഞ്ഞത്. മാത്രമോ നല്ല ശമ്പളവും. അയ്യോ വാസു, സ്വാധീനം ചെലുത്തേ കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്ക് ഒരു ശ്രമം നടത്തി നോക്കായിരുന്നു. ഏയ്, ഇത്തരം ജോലിക്കൊന്ന് റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാൻ വന്ന അതല്ല. സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു. ആലോചിച്ചപ്പോ ശരിയാണെന്ന് എനിക്ക് തോന്നി. എന്താ അത്? CID പണിയാകുമ്പോ വെറും കുറ്റാന്വേഷണ നോവലുള്ള പരിജ്ഞാനം മാത്രം പോരാ. കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം. അതിനിപ്പോ എന്ത് ചെയ്യും? രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയർഡ് ആയ ഒരു ഋഷികേശൻ നായർ. അയാളെ കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. എന്നാ ആളെ വരുത്താം. പക്ഷെ കക്ഷി ഇപ്പൊ എവിടെയുണ്ടെന്ന് രാഘവന് തിട്ടമില്ല. അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം. ഓ, അത് സാരമില്ല. വാസു ഒരു കാര്യം ചെയ്യും. ആ ഋഷികേശനാരെ എങ്ങനെയും തപ്പിയെടുക്കാൻ നോക്ക്. പപ്പുണ്ണിയില്ലേ? ആരാ? മനസ്സിലായില്ല. അതൊക്കെ നേരിട്ട് പറയാം. വിളിക്കേ. അക്രമൊന്നും കാണിക്കല്ലേ. അങ്ങനെ ഒരു പാവം. അക്രമം കാണിക്കാൻ പോകുന്ന അങ്ങേരോടല്ല, അങ്ങേരുടെ മകനോടാണ്. ഉണ്ണികൃഷ്ണല്ലേ ഇവിടെ? അയ്യോ, അവൻ അങ്ങേരെക്കാളും പഞ്ചപാവോ. അതേ, ഒന്നിങ്ങോട്ട് വന്നേ. വിളിക്കേ, വേഗം വിളിക്കേ. താഴെ വയസ്സാറേ, നിങ്ങൾ എന്തോ കാണാൻ നിൽക്കുവാ? ആരെങ്കിലും ഓടി വന്ന് പോലീസിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. വരൂ വരൂ. നിങ്ങളെയൊക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ ആരെയും കൊല്ലാൻ വന്നതല്ല. ഇദ്ദേഹത്തിന്റെ മകനെ CID ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ. എന്നാ പിന്നെ ഇയാൾക്കത് നേരത്തെ പറഞ്ഞു തുടക്കാൻ വയ്യ. എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ഒരു ശീലമാണ്. സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആൾ തന്നെയല്ലേ? അതെ, മിസ്റ്റർ ഋഷികേശൻ നായർ, റിട്ടയർഡ് ട്രെയിനർ, പോലീസ് ട്രെയിനിങ് കോളേജ്, തൈക്കാട് PO, തിരുവനന്തപുരം 14. ഇനി എല്ലാവരും പൊക്കോളൂ. ഇദ്ദേഹം കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം. ഓ, ഞങ്ങളങ്ങ് പേടിച്ചു പോയി. ഓട്ടെ പപ്പുണ്ണേട്ടാ. സോറി മിസ്റ്റർ പപ്പുണ്ണി, നിങ്ങളുടെ മകന് വേണ്ടി ഞാനൊരു ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു പൊതു പ്രദർശനമല്ല. അറിഞ്ഞൂടായിരുന്നു, ക്ഷമിക്കണം. പൊട്ടും പൊട്ടും. ഇരിക്കാം. ടൈലർ ഈ മുണ്ട് അങ്ങോട്ട് കൊടുത്താട്ടെ. പ്രായമായ പെങ്കച്ചുള്ള വീടാ. അയ്യോ, എന്റെ മുണ്ട് വഴിയിൽ ഉരിഞ്ഞു പോയതൊന്നുമല്ല. ഇതാണ് എന്റെ സ്ഥിരം വേഷം. അടിവസ്ത്രം മാത്രം എടുത്തോണ്ട് ഇവിടെ തങ്ങുന്ന കാര്യം പാടാ. തുണി എടുത്തോണ്ട് പഠിപ്പിക്കാനെങ്കിൽ പഠിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ടൈലറെ നോക്കിക്കോളാം. പത്മാവതി, എന്ത് വേണം പത്മാവതിക്ക്? നാണോ മാനുള്ള ഒരു ടൈലറെ കിട്ടിയില്ലേ നമ്മുടെ മോനെ പഠിപ്പിക്കാൻ? ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്? അയ്യോ, അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാനാ? ഒരുപാട് എണ്ണത്തിനെ പരിശീലിപ്പിച്ച് അയച്ചു. രാജീവ് വധക്കേസിലെ ശിവരസൻ എന്റെ അടുത്ത് പരിശീലനത്തിന് വന്നതാ. ദൈവാധീനം കൊണ്ട് അന്ന് ഞാൻ ശബരിമലയിൽ കട നടത്തുകയായിരുന്നു. അതുകൊണ്ട് നടന്നില്ല. കടയോ?
കഥയല്ല, കളരി. ഇപ്പോഴത്തെ SI-മാരെയും സർക്കിൾമാരെയും എന്തിനധികം IG വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ. ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടൻ എത്ര വർഷം ഉണ്ടായിരുന്നു? എന്റെ 10ാമത്തെ വയസ്സിൽ ഞാനവിടെ ജോലി ചെയ്തതാ. അത്ര ചെറുപ്പത്തിൽ സർക്കാർ ജോലി കിട്ടുമോ? എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാന്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു. അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാനിന്ന് അവിടെ പോവും. അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും. അന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ ഒരു ട്രെയിനർ ആകണമെന്ന്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു. പക്ഷേ ഒരു ദോഷം പറ്റി. കാന്റീനിലെ ആഹാരം സ്ഥിരമായി കഴിച്ച് കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം അങ്ങ് പോയി. പത്മാവതി കോഴിയിറച്ചെടുത്തോ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ ഇയാടെ മുഖത്തും വയറാണോ? ഇതുണ്ടോ നമ്മൾ വല്ല തീറ്റിക്കട്ടെ. അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിറ്റക്റ്റീവ് അരുണാചലൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മുറിക്ക് പുറത്ത് കട്ട പിടിച്ച ഇരുട്ടിൽ ദൂരെയെങ്ങും ഒരു ചാവാലിപ്പട്ടിയുടെ ഓലി കേട്ടു. പ്രകൃതിയുടെ ഒരു ഇല പോലും അനങ്ങിയില്ല. കാറ്റേതോ നിഗൂഢതയിൽ ഒളിച്ച പോലെ. അന്തരീക്ഷത്തിൽ പഴകിയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിൽ തോന്നി. ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങിയായിരുന്നു അയാൾ. ഒടുങ്ങനെ നിങ്ങളായിരുന്നോ? പേടി കാണുമെന്നറിയാമായിരുന്നു. അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ. വളരെ കൂടുതലാണ്. ഓ, രാത്രി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമ്പോ ഇങ്ങനെ പേടിപ്പിച്ച് ആരായാലും പേടിച്ചു പോയില്ലേ? ശരി, പുറത്തേക്ക് വന്നോളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിച്ചോളൂ. തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം. ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചോണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത്. ഈ പഞ്ചായത്തിലെ പീക്കിരി പിള്ളേർക്ക് പോലും അറിയാവുന്ന വിദ്യ അത്. ഒരു വിദ്യയും കണ്ണുമടിച്ചങ്ങനെ നിന്നിക്കരുത്. വല്ലഭന് പുല്ലുമായുധമെന്ന് പറയുന്നത് പോലെ ഒരു CIDക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടി വരും. അതെ അതെ, ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായിട്ട് എറിഞ്ഞു കൊള്ളിക്കണം. അതിന് പറ്റുമോ? എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ടേ ഉണ്ണി? അച്ഛന് വയസ്സായെങ്കിലും വിവരമുണ്ട്. നോക്കൂ, ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കുന്ന കടലാസാണ് എന്റെ ലക്ഷ്യം. ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചു തരാം. 1, 2, 3. കലക്കൻ ഉന്നാശനെ. അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. ഇനി അവിടെ തീ പിടിക്കുവോ? നീ ആ കരുനാക്കൊണ്ടൊന്നും മിണ്ടാതിരിക്കും പത്മം. എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. തെറ്റ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ ശരി പഠിപ്പിക്കുക. അതാണ് എന്റെ ഒരു രീതി. തിയറി ഒന്നും പഠിച്ചോണ്ട് ഇപ്പൊ സമയമില്ല എന്റെ ആശാനെ. ആ തീപ്പെട്ടി കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ കൊള്ളിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാലൊന്ന് കാണിക്ക്. ആദ്യമായി കൊള്ളിയെടുത്ത് തള്ളവരൽ കൂട്ടകൻ അമർത്തി പിടിക്കുക. എന്നിട്ട് എന്റെ മുത്തപ്പ, കൃഷികാശൻ നായർ എറിഞ്ഞ കൊള്ളി പത്മനാഭന്റെ വൈക്കോത്തുറവിലാണല്ലോ ചെന്ന് വീണത്. നാട്ടുകാരോട് നമ്മളിനി എന്ത് സമാധാനം പറയാൻ എന്റെ ഉണ്ണികൃഷ്ണ? ആ തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ നിഷേധിക്കണോ? എന്തിനും ഞാൻ തയ്യാർ. ഏറ്റെടുത്ത കുഴപ്പം എന്താ? ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര്. ഇടിക്കൊരു മയം ഉണ്ടാവില്ല. അയ്യോ, എന്നാ അത് വേണ്ട, നിഷേധിക്കാം. പെരയിലോട്ട് തീ പിടിക്കുന്നതിന് മുമ്പ് ചെന്ന് കെടുത്താൻ നോക്ക്. ഞാൻ ഒറ്റയ്ക്കോ? ഉണ്ണി ഇവിടെ വാ. നീയും കൂടെ നോടി ചെല്ലേന്റെ ഉണ്ണികൃഷ്ണ. തീപ്പെട്ടിക്കുള്ളിക്ക് ശക്തിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. കോപ്പടപാട് പോ. ഗണപതിക്ക് വെച്ചതിന്റെ കാക്ക കൊണ്ടുപോയല്ലോ. നിർത്ത്. വിയർപ്പാറിയ ശേഷം സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ പോയി കുടിച്ചോളൂ. ഉമ്മക്കുട്ടി, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളൂ. വന്നു ചൊറിയൻ പുഴു. എങ്ങോട്ട് പോന്നു? ആ മുതുകന്റെ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സങ്ങ് അലിഞ്ഞു പോയോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ തേക്കണ്ട. ഈ അമ്മയ്ക്ക് എന്താ? ഒന്നുമില്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഞാൻ നല്ല മുഖം കാണിക്കുന്നത്. നീ നിന്റെ നല്ല മുഖം കൊണ്ട് ഇവിടെ നിന്നേച്ചാ മതി. ആ വായി നോക്കിയിട്ട് ഏത് അയലത്ത് പോലും കണ്ടുപോകരുത്. ഇതുണ്ടോ? എന്നാ വെള്ളം. ഉമേന്തി, ഇയാൾക്ക് വെള്ളമല്ലേ വേണ്ടത്, കുടിച്ചാട്ടെ. 1, 2, 3, 4. ശാരീരിക പരിശീലനത്തിൽ പ്രധാന ഇനമാണ് കുസ്തി. ഒരു
CID അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഐറ്റമാണിത്. കുസ്തിയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണികൃഷ്ണനെ പഠിപ്പിക്കാൻ പോവുകയാണ്. വിത്തൗട്ട് എനി സ്പെഷ്യൽ ഫീസ്. ഉഷാർ ഉഷാർ, വാ 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 വാ. എന്നെ പരിപാടി ആശാനെ കാണിച്ചത് ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടായിരുന്നു. പാടില്ല. കുസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ല്. ഓഹോ, ദേഹം നന്നാൻ എന്റെ സ്വഭാവം മാറട്ടോ. സാരമില്ല സാരമില്ല. ദേഹം നോവാതെ കുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം? കുസ്തയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും ആക്രമണം. ഇതുപോലെ അച്ഛാതെ കളി വേറെ കാര്യം വേറെ. ദേഹം നന്നാൻ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഉണ്ണീഷ CID, എനിക്ക് CID അവിടെ ഒരു കുന്തമാവണ്ട. ഉണ്ണേട്ടാ വേണ്ട ഉണ്ണേട്ടാ, സാരമില്ല മോനെ. ഇത് പഠിക്കേണ്ടത് ആ ഉണ്ണികൃഷ്ണ കോപിക്കാതെ വരൂ. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉണ്ണികൃഷ്ണ പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് CID ആവുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ നീർക്കോലി. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ. ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചസ്. അച്ഛനെ എനിക്ക് കുസ്തി പഠിക്കണ്ട. അച്ഛനെനിക്ക് മേല് നോവുന്ന അച്ഛനെ ഇനി അടിക്കരുതല്ലേ. അച്ഛനെനിക്ക് ഭ്രാന്ത് പിടിക്കും. അച്ഛനെ ഇനി അടിക്കരുത്. എനിക്ക് കുസ്തി പഠിക്കണ്ട എന്ന് പറഞ്ഞില്ലേ. ദാ നോക്ക്, ഇങ്ങനെയാണ് ഒരുത്തനെ തോൽപ്പിക്കുന്നത്. സാരമില്ല. അയ്യോ. ഒടുക്കലത്തെ കുസ്തി. എന്ത് കാണിക്കണേ? ആശാനില്ലേ? ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പോത്ത് നമ്മളായിട്ട് തടയണ്ട. അടിക്കട്ടെ പറഞ്ഞു. ഉണ്ണികൃഷ്ണ തല്ലല്ലേ? ഉണ്ണികൃഷ്ണ കുരുത്തക്കേട് കാണിക്കല്ലേ. ആശാനെ തല്ലു ആരെങ്കിലും. അയ്യോ. നീ കുസ്തി പഠിച്ചിട്ടുണ്ട്. അയ്യോ. അടിക്കല്ലേ അടിക്കല്ലേ അടിക്കേ. ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ഞാനാ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ഞാനാ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ആശാനെ തല്ലരുത്. ആശാൻ പറ അച്ഛൻ പറ. അച്ഛനല്ലേ ഇടപെടരുത്. വേണ്ട വേണ്ട വേണ്ട. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതാണ് ഞാനും പറഞ്ഞത്.